Hey beautiful souls, welcome back to the English Lab. Welcome back to One Team School. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ലാംഗ്വേജ് പഠിച്ചു തുടങ്ങുന്ന, ലാംഗ്വേജ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ഏതൊരാളും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സംഭവം, നമുക്ക് കുറെ കാര്യങ്ങൾ അതിൽ പറയാനുണ്ട്, ബട്ട് സ്റ്റിൽ ആർട്ടിക്കിൾസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിരിക്കും നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടാവുക. എന്താണ് ആർട്ടിക്കിൾസ്? നമ്മൾ മറ്റേ കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ കുറെ ആർട്ടിക്കിൾസ് ഒക്കെ, ആർട്ടിക്കിൾ 1, ആർട്ടിക്കിൾ 2, ആർട്ടിക്കിൾ 3 അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ പറഞ്ഞിട്ട്. ആ ആർട്ടിക്കിൾ അല്ലേ ഈ ആർട്ടിക്കിൾ, ഡിഫറൻസ് ഉണ്ട്. ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത്, സ്പെഷ്യലി ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ റെഫർ ചെയ്യുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് കുട്ടി കുട്ടി വേർഡ്സ് ആണ് അല്ലെ. ദേ ആർ ലിറ്റിൽ വേർഡ്സ് ദാറ്റ് കം ബിഫോർ നൗൺസ്. നൗൺസിന് തൊട്ട് മുന്നേ വരുന്ന കുഞ്ഞു കുഞ്ഞു വാക്കുകളെയാണ് നമ്മൾ ആർട്ടിക്കിൾസ് എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഉണ്ട്, ആൻ ഉണ്ട്, ദ ഉണ്ട്, ഇങ്ങനെയുള്ള ഡിഫറെന്റ് ആർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെയും എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്, എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ അറിയണം. ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു റൈറ്റ് നൗ. ഈ എന്ന് പറയുന്ന ആർട്ടിക്കിൾ എന്താണ്, ആൻ എന്താണ്, ദ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ പറയാൻ വേണ്ടി പോണത്. ലെറ്റ്സ് സീ വാട്ട് ആർ ദേ. അപ്പൊ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് കുഞ്ഞു വാക്കുകളാണ്, യൂണിറ്റുകളാണ് നൗണിന് മുന്നേ ചേർക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. എന്താണ് നൗൺ എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. പാർട്സ് ഓഫ് സ്പീച്ച് നമ്മൾ പറഞ്ഞ സമയത്ത് നൗൺസ് എന്തൊക്കെയാണ് എന്ന് വ്യക്തമായി നമ്മൾ പറഞ്ഞിരുന്നു. നൗൺസ് എന്ന് പറയുന്നത് എന്താണ്? പേരുകളാണ് അല്ലെ. എന്തിനെങ്കിലും പേരിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയാം. ആ ഒരാളിന്റെയോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്തിന്റെയോ ഒക്കെ പേരിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയാം. ആ നൗണിനെ തൊട്ട് മുന്നേ ചേർക്കുന്ന കുഞ്ഞു യൂണിറ്റിനെയാണ് നമ്മൾ ആർട്ടിക്കിൾ എന്ന് പറയാം. ജനറലി ആർട്ടിക്കിൾസ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും ഉണ്ട്, ഡെഫിനിറ്റ് ആർട്ടിക്കിളും ഉണ്ട് കേട്ടോ. പിന്നെ സീറോ ആർട്ടിക്കിൾ ഉണ്ട്, അതിലേക്ക് നമ്മൾക്ക് വരാം. ഈ എന്ന് പറയുന്നതും ആൻ എന്ന് പറയുന്നതും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. ഓക്കെ, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നാണ് അതിനെ പൊതുവെ പറയാം. ദ എന്ന് പറയുന്നതാണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. പൊതുവെ ഫിക്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ സൺ, മൂൺ എന്നൊക്കെ പറയുന്ന ഒരു പ്രപഞ്ച സത്യങ്ങളൊക്കെ പറയുന്നതിന് മുന്നേ ഒക്കെ നമ്മൾ ദ യൂസ് ചെയ്യും. ഒരു ഡെഫിനിറ്റ് സാധനത്തിനൊക്കെ മുന്നിൽ നമ്മൾ പറയുന്നതിന് മുന്നേ നമ്മൾ ദ യൂസ് ചെയ്യാറുണ്ട്. അത്ര ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകണ്ട, ബേസിക് സാധനങ്ങൾ മാത്രമായിരിക്കും ഇന്ന് നമ്മൾ പറയുന്നുണ്ടാവുക. ഓക്കെ, സോ ഡെഫിനിറ്റ് ആർട്ടിക്കിളും ഉണ്ട്, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും ഉണ്ട് എന്ന് വിചാരിക്കാം. ഓൾറൈറ്റ്, ഫൈൻ, മൂവിങ് ഫോർവേഡ്. ഇവിടെ ഞാൻ 2-3 ഇമേജസ് എടുത്തിട്ടുണ്ട്. ഇതിന് മുന്നിൽ നമ്മൾ ഏതൊക്കെ ആർട്ടിക്കിൾ ആയിരിക്കും യൂസ് ചെയ്യാമെന്ന് ചുമ്മാ ട്രൈ ചെയ്ത് നോക്കുക. ഒരു എക്സ്പെരിമെന്റ് ആണ്. കാറാണല്ലേ, കാറിന് നമ്മൾ മുന്നേ എന്താ ചേർക്കുക? ആണോ, ആൻ ആണോ, ദ ആണോ, എന്താ ചേർക്കുക? നമ്മൾ ഇതിന് മുന്നേ ഒന്ന് ആലോചിച്ച് നോക്കൂ. എ കാർ ആണോ, ആൻ കാർ ആണോ, ദ കാർ ആണോ? എ കാർ, ആൻ കാർ, ദ കാർ. സി, ജനറലി ആൻ കാർ നമ്മൾ പറയില്ല അല്ലെ, എ കാർ എന്നാണ് പറയാ. സോ ഇവിടെ നമ്മൾ എന്നുള്ളതാണ് എടുത്തിരിക്കുന്നത്. സോ എ കാർ. യാ, ഓറഞ്ചിന് മുന്നേ നമ്മൾ ആൻ ഓറഞ്ച് എന്നാണ് പറയാ, ഓറഞ്ച് എന്ന് പറയില്ല, അത് തെറ്റാണ്. ഓക്കെ, ആൻ ഓറഞ്ച് എന്നാണ് പറയാം. ഇവിടെ യു ക്യാൻ സീ എ സൺ, ലൈക്ക് ഒരു സൂര്യനെ കാണാൻ പറ്റുന്നുണ്ട്. അതൊരു ഡെഫിനിറ്റ് ആയിട്ടുള്ള സാധനമാണ്. സോ നമ്മൾ ഇവിടെ എന്താ ദ ആണ് യൂസ് ചെയ്യണം, ദ സൺ. ഓക്കെ, അങ്ങനെ നമുക്ക് പറയാം. യാ, ഇനി വേറെ 1-2 കാര്യങ്ങൾ ഞാൻ പറയട്ടെ, അതും കൂടെ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. ഈ കോൺസെന്റ്, കാർ ആയിക്കോട്ടെ, ബൈക്ക് ആയിക്കോട്ടെ, അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെന്താ പറയാ, നമ്മള് പൈലറ്റ്, വാട്ടെവർ, എന്തെങ്കിലുമൊക്കെ വാക്കുകൾ കോൺസണന്റ് സൗണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, ആ വാക്കിന്റെ തുടക്കത്തിലുള്ള സൗണ്ട് കോൺസണന്റ് സൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആയിരിക്കും യൂസ് ചെയ്യാം. ഓക്കെ, കോൺസണന്റ് സൗണ്ടിലാണ് ഒരു വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിന് തൊട്ട് മുന്നേ നമ്മൾ യൂസ് ചെയ്യുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആയിരിക്കും. ഓക്കെ, അതേ സമയത്ത് വവൽ സൗണ്ട് വെച്ചിട്ട്, ഏതൊക്കെയാണ് വവൽ സൗണ്ട് എന്ന് പറയുന്നത്? എ, ഇ, ഐ, ഒ, യു അല്ലെ. ഈ 5 സൗണ്ട്സിൽ ഏതെങ്കിലും ഒരു സൗണ്ട് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സൗണ്ട് ആണ്, ലെറ്റർ അല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്, സൗണ്ട് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിന് മുന്നേ നമ്മൾ ആൻ ആണ് യൂസ് ചെയ്യുക. ആൻ ഓറഞ്ച്, ആൻ ഇമ്പോർട്ട് അല്ലെ, ആൻ ആപ്പിൾ. ഇങ്ങനെ ആ രീതിയിൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. അതിലേക്കൊക്കെ നമുക്ക് വരാം. എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് നോക്കിക്കോ. യൂസ്ഡ് വെൻ എ സിംഗുലർ നൗൺ ബിഗിൻസ് വിത്ത് എ കോൺസണന്റ് സൗണ്ട്. കോൺസണന്റ് സൗണ്ട് ഉപയോഗിച്ച് തുടങ്ങുന്ന ഒരു വാക്കിന് മുന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുക. എക്സാമ്പിൾസ് നോക്കിക്കോ. ഡോഗ്, ചെയർ, ഇതൊക്കെയും എന്താണ്? കോൺസണന്റ് സൗണ്ട് ആണ്. കണ്ടോ, ഡ, ച, ട്, മ അല്ലെ. മാൻ എന്നാണ് പറയുന്നത്, കാരണം എന്താ, ഇതൊരു കോൺസണന്റ് സൗണ്ടിലാണ് തുടങ്ങുന്നത്, അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്തു. Alright, ഇനി നമ്മൾ ആൻ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് നോക്കിക്കോളൂ. ആൻ യൂസ് ചെയ്യുന്നതാണ് യൂസ്ഡ് when a singular noun begins with a vowel sound. vowel sound എന്ന് പറയുമ്പോൾ ഈ പറയുന്ന സൗണ്ട്സ് എ, ഇ, ഐ, ഒ ഏതെങ്കിലും സൗണ്ട് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിന് മുന്നേ നമ്മൾ ആൻ യൂസ് ചെയ്യും. ആൻ ഓർ ആൻ, ഇറ്റ് ഡിപ്പെൻഡ്സ്. ഓക്കെ, എലഫന്റ്, ആൻ എലഫന്റ്, എലിഫന്റ് എന്നല്ല നമ്മൾ പറയാം, ആൻ എലഫന്റ് എന്നാണ് പറയാം. ആൻ ഇമ്പോർട്ട്, ആൻ എയർപ്ലെയിൻ, ആൻ ഓറഞ്ച്, യാ, ആൻ ഐസ് ക്യൂബ്, ഐ. സി, അങ്ങനെയുള്ള സൗണ്ടുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആൻ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഡെഫിനറ്റ് ആയിട്ടുള്ള സാധനങ്ങളെ കുറിച്ച് പറയുന്ന സമയത്താണ് നമ്മൾ ദ യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ സീറോ,
ചില സിറ്റുവേഷനിൽ നമുക്ക് ആർട്ടിക്കിൾസ് യൂസ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. അതിനെ നമ്മൾ സീറോ ആർട്ടിക്കിൾ എന്ന് പറയും. നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി 1-2 പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് ഈ സെന്റൻസ് വായിക്കുന്ന സമയത്ത് അവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണ് എന്നൊന്ന് ഫിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിക്കോളൂ. ഓക്കെ, ഫസ്റ്റ് വൺ, ഡാഷ് ബാങ്ക് ഹിസ് ക്ലോസ്ഡ്. ഡാഷ് ബാങ്ക് ഹിസ് ക്ലോസ്ഡ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്തായിരിക്കും എന്നാണ് തോന്നണേ? ഏതൊരു പെർട്ടിക്കുലർ ബാങ്കിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചേർക്കാം? ദ എന്നുള്ള ആർട്ടിക്കിൾ ചേർക്കാം. ഓക്കെ, ഒരു ഡെഫിനറ്റ് സാധനത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ? ആ ഒരു പെർട്ടിക്കുലർ ബാങ്ക് ക്ലോസ് ചെയ്തു എന്നാണ് പറയുന്നത്. ബാങ്ക് ഇസ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ബാങ്ക് ആണ്. ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത്, ഒരു പെർട്ടിക്കുലർ ബാങ്കിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദ ബാങ്ക് ഇസ് ക്ലോസ്ഡ്, ആ രീതിയിൽ അത് പറയാം. ഓക്കെ, ദ മൂൺ ഇസ് ഇൻ ഡാഷ് സ്കൈ. എന്താ വരിക? എവിടെയാണ്? ആകാശത്തിലാണ് അല്ലെ? ദി സ്കൈ എന്നുള്ള രീതിയിലാണ് വരിക. ദ മൂൺ ഇസ് ഇൻ ദ സ്കൈ. യാ, ഓൾറൈറ്റ്. അടുത്ത നോക്കിക്കോ. ഡു യു വാണ്ട് ഡാഷ് കുക്കി. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കുക്കീനെ കുറിച്ചിട്ടാണോ ചോദിക്കുന്നതല്ല, ജനറൽ ആയിട്ടുള്ള ഒരു കുക്കീനെ. സോ ഇവിടെ നമ്മൾ ആൻ കുക്കി എന്നാണോ പറയാ? അല്ല, ഇതൊരു കോൺസണന്റ് സൗണ്ട് ആണ്. സോ എന്ത് നമ്മൾ കുക്കി എന്നാണ് പറയാം. ആൻ കുക്കി ആവണമെങ്കിൽ അവിടെ ഒരു വവൽ സൗണ്ട് വെച്ചിട്ട് വാക്ക് തുടങ്ങണമായിരുന്നു അല്ലേ? അല്ലല്ലോ, കോൺസണന്റ് സൗണ്ട് വെച്ചിട്ടല്ലേ തുടങ്ങിയിരിക്കുന്നത്. സോ കുക്കി, യു വാണ്ട് എ കുക്കി എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി വരുന്ന 2 നോക്കിക്കോ. മൈ ബ്രദർ ലൈക്സ് ആനിമൽസ്. ഇവിടെ ആക്ച്വലി നമുക്കൊരു എന്താ പറയേണ്ടത്, ഒരു ആർട്ടിക്കിളിന്റെ ആവശ്യമില്ല. സീറോ ആർട്ടിക്കിൾ ആയിട്ട് നമുക്ക് പറയാം. അവിടെ ആർട്ടിക്കിളിന്റെ ആവശ്യം വരുന്നില്ല. ഷീ, ഇനിയിപ്പോൾ ലാസ്റ്റ് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ പറയാൻ വേണ്ടി ശ്രമിക്കുക, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം. ഷീ നീഡ്സ് ഡാഷ് അംബ്രല. ഇവിടെ ആണോ വരുന്നത്, ആൻ ആണോ വരുന്നത്, ദി ആണോ വരുന്നത്, ഏതാണ് വരുന്നത് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യൂ, നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. ഓക്കെ, ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സ് അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ എലാബറേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും പറയാം. ഓരോ ഡീറ്റെയിൽസും അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഉള്ളതുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. Thank you so much for watching. I hope this video was useful for you. I'll come back with another video, another informative video. Till then, this is me, Harry, signing off. Have a happy learning.